അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 31 സങ്കീർത്തനം 7 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. 31 സങ്കീർത്തനം ദാവീദ് എഴുതിയത് ശൗൽ തന്നെ കൊല്ലുന്നതിനായി അന്വേഷിച്ച് നടന്ന സാഹചര്യത്തിലായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. പല പ്രതികൂല സാഹചര്യങ്ങൾ താൻ ആ സമയത്ത് നേരിട്ടിരുന്നു. പ്രതികൂലത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന അനേകം ആളുകൾ ആ സമയത്തും ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഫിലിസ്ത്യർ കെയീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നുവെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവയോട് ദാവീദ് അരുളപ്പാട് ചോദിച്ചു. യഹോവ ദാവീദിനോട്, നീ ഫിലിസ്ത്യരുടെ നേരെ ചെന്ന് കെയീലയെ രക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദാവീദും അവനോട് കൂടെയുള്ള 600 പേരും ഫിലിസ്ത്യരുടെ നേരെ ചെന്ന് കെയീലയെ രക്ഷിച്ചു. ഈ കാര്യം പറഞ്ഞ് ശൗൽ അവിടെയും ചെന്ന് ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, കെയീല നിവാസികൾ എന്നെ ശൗലിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന്. യഹോവ ദാവീദിനോട് പറഞ്ഞു, കെയീല നിവാസികൾ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. 1 ശമൂവേൽ 23 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശൗലിന് ഫിലിസ്ത്യരെ ജയിക്കുവാനായി തൻ്റെ മുഴുവൻ പട്ടാളക്കാരും ഉണ്ടായിരുന്നിട്ടും സാധിക്കുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ കൂടെയുള്ള സാധുക്കളായ വെറും 600 പേരും ദാവീദും ഫിലിസ്ത്യരെ ജയിച്ച് കെയീലയെ രക്ഷിച്ചു. ഫിലിസ്ത്യരാൽ പരാജയപ്പെടുമായിരുന്ന കെയീലയെ ദാവീദ് രക്ഷിച്ചിട്ട് പോലും ദാവീദിന് അവിടെ നീതി ലഭിച്ചില്ല. കെയീല നിവാസികൾ ദാവീദിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ അനേകം പ്രതികൂലത്തിൻ്റെ നാളുകൾ ദാവീദിൻ്റെ നേരെ വന്നുവെങ്കിലും അവിടെയെല്ലാം നല്ല സ്നേഹിതനായി യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ നല്ല ബാല്യം മുതൽ ശൗൽ അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു തുടങ്ങിയെങ്കിലും ഒരിക്കൽ പോലും ദൈവം ദാവീദിനെ അവൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഒരിക്കൽ പോലും ദാവീദ് ദൈവത്തോട് പരാതി പറഞ്ഞില്ല. ഒരിക്കൽ പോലും ദാവീദ് ദൈവത്തെ വിട്ടു മാറിയില്ല. ഒരിക്കൽ പോലും സഹായത്തിനായി യഹോവയെ അല്ലാതെ മറ്റ് ശക്തികളിലേക്ക് ദാവീദ് തിരിഞ്ഞില്ല. കാരണം അവൻ്റെ ഏറ്റവും വലിയ പ്രതികൂലത്തിലും യഹോവ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുമായിരുന്നു. അവൻ്റെ കൂടെ യഹോവ ഉണ്ടെന്ന് എല്ലാ സമയത്തും ദാവീദിന് അനുഭവിച്ചറിയുവാൻ കഴിയുമായിരുന്നു. അവൻ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം അവന് അനുകൂലമായിരുന്നു. ദാവീദ് എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കുന്നതിൽ അവൻ ശ്രദ്ധാലുവായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ കാലത്തും എല്ലാ നേരത്തും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകണമെന്നില്ല. കാലിന് ധരിക്കുവാൻ ഷൂ ഇല്ലാത്ത വ്യക്തി നോക്കേണ്ടത് കാലില്ലാത്ത വ്യക്തികളെയാണ്. സ്വന്തം സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് പണിയുവാൻ നിവൃത്തിയില്ലാത്തവർ നോക്കേണ്ടത് ഈ ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമി ഇല്ലാത്തവരെയാണ്. സാമ്പത്തികമായി ഞെരുങ്ങുന്ന വ്യക്തികൾ നോക്കേണ്ടത് നടക്കുവാൻ പോലും കഴിയാതെ, സഹായത്തിനായി ആരുമില്ലാതെ, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവരെയാണ്. ഞാനിത് പറഞ്ഞത് മറ്റുള്ളവരെക്കാൾ ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠമായി പോറ്റുന്നു എന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും എന്നതിനാലാണ്. ദാവീദിന് കഷ്ടത അനവധി ഉണ്ടായിരുന്നു. എന്നാൽ ആ കഷ്ടത അവന് നിരാശയുണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം 31 സങ്കീർത്തനം 7 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, നീ എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. തൻ്റെ പ്രാണസങ്കടങ്ങളെ അറിയുന്നവൻ കൂടെയുള്ളതിനാലാണ് അവൻ്റെ കഷ്ടതയിൽ അവൻ നിരാശയിൽ മുങ്ങിപ്പോകാതെ ഇരുന്നത്. തെറ്റുകാരനായിട്ടല്ല അവൻ പ്രാണസങ്കടത്തിലായത്. ഒരു തെറ്റും ആ സമയത്ത് ദാവീദ് ചെയ്തിട്ടില്ല. ശൗലിനോ എൻ്റെ പട്ടാളക്കാർക്കോ ദാവീദിൻ്റെ പ്രാണസങ്കടം കണ്ടാൽ മനസ്സിലാവുകയില്ല. നമ്മുടെ പ്രാണസങ്കടം ആർക്കും മനസ്സിലാവുകയില്ല. കാരണമില്ലാതെ നമ്മെ പകയ്ക്കുന്നവർ എത്ര പേരാണെന്ന് നമുക്ക് എണ്ണുവാൻ കഴിയുകയില്ല. എന്നാൽ ആരെല്ലാം നമ്മുടെ പ്രാണസങ്കടം കണ്ടില്ലെങ്കിലും, ആരെല്ലാം നമ്മെ പകച്ചാലും നമ്മുടെ ഉള്ളത്തിൻ്റെ അവസ്ഥ, നമ്മുടെ പ്രാണസങ്കടവും ഉള്ളത്തിൻ്റെ അവസ്ഥയും കാണുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് നമ്മുടെ പ്രാണസങ്കടം കാണാതിരിക്കുവാൻ കഴിയുകയില്ലല്ലോ. കാരണം അവൻ നമ്മേക്കാൾ അധികം പ്രതികൂലത്തിൽ കൂടി കടന്നുപോയവനാണ്. ഒരു തെറ്റും ചെയ്യാത്തവൻ, പാപം അറിയാത്തവനായ കർത്താവായ യേശു ക്രിസ്തു.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടവനായി കിടന്നപ്പോൾ അവൻ്റെ പ്രാണസങ്കടം ആരും കണ്ടില്ല. അവൻ്റെ വേദന ആർക്കും മനസ്സിലായില്ല. അവൻ്റെ വേദ ആരും തിരിച്ചറിഞ്ഞില്ല. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ ആരും ശ്രദ്ധിച്ചില്ല. താഴെ നിൽക്കുന്ന റോമൻ പടയാളികൾ യേശുവിൻ്റെ ചങ്കിലേക്ക് അവരുടെ മൂർച്ചയേറിയ കുന്തങ്ങൾ മത്സരിച്ച് കുത്തിയിറക്കിക്കൊണ്ടിരുന്നു. ഓരോ കുത്തിനും മേമ്പൊടിയെന്നോണം ആക്രോശവും ഉണ്ടായിരുന്നു. ആക്രോശം യഹൂദന്മാരുടേതായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വാ, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഇതായിരുന്നു ആക്രോശം. തീർന്നില്ല, പരിഹാസവും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ക്രൂശിലെ യേശുവിനെ വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് പറയുവാനുള്ളത്, ഞാൻ കുരിശിൽ നിന്നും ഇറങ്ങി വന്നാൽ നീ കുരിശിൽ കയറുകയും നിത്യനരകത്തിൽ എറിയപ്പെടുകയും ചെയ്യും എന്ന സന്ദേശമായിരുന്നു. ഒരു കണ്ണിനും അവനോട് കരുണ തോന്നിയില്ല. എന്നാൽ അവൻ്റെ കൈ തന്നെ യേശുവിന് രക്ഷ വരുത്തി. തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനും നിത്യനരകത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിനും വേണ്ടിയായിരുന്നു. അവൻ്റെ കഷ്ടത കോടാനുകോടി പാപികളെ നരകത്തിൽ നിന്നും രക്ഷിച്ചു, ഇന്നും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദാവീദിന്റെ കഷ്ടത ദൈവം കാണുന്നുണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാ സമയത്തും ദൈവം പ്രതികരിക്കുകയില്ല. അത് അവൻ്റെ ദീർഘക്ഷമ മൂലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദയയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്ന സങ്കീർത്തനക്കാരനെയോ നമ്മെയോ നിരാശയിലോ മനോവ്യതയിലോ മുക്കിത്താഴ്ത്തുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ ദയയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എങ്ങനെ സന്തോഷിക്കാമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. ഇതാണ് ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ ദയയിൽ സന്തോഷിക്കുവാനുള്ള വ്യവസ്ഥ. ദൈവം എല്ലാ കാര്യങ്ങളും വ്യവസ്ഥ പ്രകാരം ചെയ്യുന്നവനാണ്. നാം ദൈവത്തിൻ്റെ വചനം വ്യവസ്ഥ പ്രകാരം, നാം ദൈവത്തിൻ്റെ വചന വ്യവസ്ഥ പ്രകാരം ജീവിച്ചാൽ ശത്രു നമുക്ക് നേരെ വന്നേക്കാം. എന്നാൽ ഒരു വഴിയായി വരുന്ന ശത്രു പല വഴിയായി ഓടുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനും മരണശേഷം ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാനും ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ ദയയിലും സന്തോഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നെഹമ്യാവ് 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. അതെ, ഇന്ന് ദൈവസ്നേഹത്തിൽ വസിച്ചാലേ മരണശേഷം നമുക്ക് ആ സ്നേഹം ലഭിക്കുകയുള്ളൂ. ആകയാൽ പുക പോലെ കടന്നു പോകുന്ന വെള്ളത്തിലെ കുമിള പോലെയുള്ള ഈ ലോക ജീവിതത്തിൽ നമ്മെ അറിയുന്നവനും നമ്മുടെ പ്രാണസങ്കടങ്ങൾ അറിയുന്നവനുമായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുവിനോട് കൂടെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി എങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ വ്യസനം മാറ്റിക്കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും മോചനം കൊടുക്കണമേ. അവരെ നിരാശ മാറ്റിക്കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.